കാരണം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ കുറിച്ച് എന്താ പറയാനില്ല എന്നുള്ളത്. വാർ ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ മീ ഞാൻ ഒരിക്കലും ഇന്ത്യക്കും സപ്പോർട്ടില്ല പാകിസ്ഥാനിലും സപ്പോർട്ടില്ല. ആസ് എ ഹ്യൂമൻ ബീങ് ആയിട്ട് ഞാൻ പറയുന്നത്, അതായത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു പൗരനായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ വ്യക്തികൾ പല ആൾക്കാരും ജാതി മതം നോക്കിയിട്ട് പല ആൾക്കാരും കില്ല് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം തിരിച്ചടിയായിട്ട് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു 10 ആൾക്കാർ നമ്മളെ ഇന്ത്യയിലെ വ്യക്തികളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ആൾക്കാരുടെ മേലിൽ നമ്മൾക്ക് എന്തും ചെയ്യാം, റൈറ്റ്? അതായത് ഒന്നും ചെയ്യാത്തതും ഒന്നും അറിയാത്ത വ്യക്തികളുടെ മേലിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടുന്ന് പലതരത്തിലുള്ള അറ്റാക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ല, പക്ഷെ എന്നാൽ പോലും അത് ഏതൊക്കെ വ്യക്തിന്റെ മേലിലാണ് എത്തുന്നത് നമ്മൾക്കറിയില്ല അല്ലെ. വേണമെങ്കിൽ ജനിച്ചു വീണ കുഞ്ഞിന്റെ മേത്ത് വരെ എത്തണമെന്ന് ഞാൻ പറയുന്നു, പക്ഷെ എത്തിപ്പെടാം. ആ ജനിച്ചു വീണ കുഞ്ഞ് നമ്മളോട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്യാത്ത വ്യക്തികളെ മേലില് നമ്മള് വെടിയുണ്ടേറ്റിട്ടോ അതായത് പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ ബോംബ് ഇട്ടിട്ടും ഒരു കാര്യമില്ല. അവർ ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ. പാകിസ്ഥാനിൽ ഒരു 10 ആൾക്കാർ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നവരാണോന്നില്ല. ഈ പലസ്തീനിലാവട്ടെ അതർവൈസ് ഗസയിലാവട്ടെ ആ വ്യക്തികളെല്ലാം ആ കുഞ്ഞു മക്കളെല്ലാം കരയുന്നതും ബ്ലഡോട് കുളിച്ചിട്ടുള്ള രക്തങ്ങളായിട്ടുള്ള ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ എനിക്ക് പുച്ഛാണ്. കാരണം എന്തിനാണ് ഈ അടി കുലുമാല ഇങ്ങനെ എന്ത് ഇത് മരിക്കേണ്ട ദുനിയാവ്. ഇന്നോ നാളെയായിട്ട് നമ്മൾ എല്ലാവരും ഈ ദുനിയാവിന്ന് പോകേണ്ട ആൾക്കാരാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊത്ത് വാള് ബോംബ് അത് ഇത്. യു ഷുഡ് തിങ്ക്. നമ്മൾക്കൊരു ദേഷ്യമുണ്ട്, ആ ദേഷ്യം എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്ക് ഇട്ടടിക്കണമെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യരുതല്ലോ. തീറ്റ് കൊടുക്കണം, പക്ഷേ തിരിച്ചടി കൊടുക്കേണ്ടടുത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 10 ആൾക്കാർ ഇന്ത്യയിലുള്ള വ്യക്തികളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ആൾക്കാരിനെ തിരിച്ചടിയായിട്ട് കൊടുക്കണ്ടേ. ആ ഒരു കൊടിയെ ഇല്ലാണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല, റൈറ്റ്? As a human being, I used to support humans. That's it. Otherwise, ഇന്ത്യയിലെ വ്യക്തിക്ക് ഒന്ന് പൊള്ളലേറ്റ പൊള്ളൽ തന്നെയാണ് അല്ലേ. നമ്മളെ മനസ്സും വേദന എടുക്കും, നമ്മളെ ശരീരം വേദന എടുക്കും. അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ ആൾക്കാരും. അവരെ മനസ്സും വേദന എടുക്കും, അവരെ ശരീരവും വേദന എടുക്കും. സോ നമ്മൾ ആരും ബാക്കിയുള്ളവരെ വേദന എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുമല്ല. പാകിസ്ഥാൻ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കണം, അവർ ആരും ജീവിക്കരുത്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ചിന്തിക്കും, മുഴുവനായിട്ട് നശിപ്പിക്കണം എന്ന് തിങ്ക് ചെയ്യുന്നത് നിങ്ങൾ ഇവിടുന്നാണ്. ഇവിടെ നിന്ന് ചിന്തിച്ചു നോക്ക്, മനസ്സിൽ നിന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ വീട്ടിലൊരു വ്യക്തിക്ക് ഈ വാറ് കൊണ്ട് ഒരു വ്യക്തിയെ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യക്തിയായിട്ട് ഹ്യൂമൻ ബീങ് ആണ്, ആസ് വെൽ ആസ് പാകിസ്ഥാനിലെ വ്യക്തികളായിട്ട് ഹ്യൂമൻ ബീങ് ആണ്. അവിടെയാണ് പ്രാധാന്യം, വാറിലല്ല പ്രാധാന്യം. നമ്മൾക്ക് ഇവിടുന്ന് വാറ് നടക്കട്ടെ, ബോംബിടട്ടെ, വെടിയുണ്ടാക്കട്ടെ, നമുക്ക് ഇവിടുന്ന് പറയാം. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ ഇതുപോലെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വേദന മനസ്സിലാകാം. നമുക്ക് ഇവിടുന്ന് കൈമുട്ടി പാസ്സാക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, കുറെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം നമുക്ക് കൊണ്ടുവരാം, ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാളെ നമുക്ക് ഈ ഒരു വാറ് കൊണ്ട് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആ വേദന മനസ്സിലാവുക. പലസ്തീനിലും അതുപോലെ തന്നെ ഗാസയിലെല്ലാം ആ ഒരു സ്ഥലത്ത് കരയാത്തതായിട്ട് ഒരു വ്യക്തികളും ഉണ്ടാവില്ല. അവരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. തെറ്റ് ചെയ്യാത്തവരെ കണ്ണിന്ന് കണ്ണീര് വരുത്തിക്കാണ്ടിരിക്കുക. ദാറ്റ്സ് ഹ്യൂമൻ. ഓക്കെ, ആൻഡ് വി ഓൾ നീഡ് ഹ്യൂമാനിറ്റി. അത് പാകിസ്ഥാനിലെ വ്യക്തികളാട്ടെ ഇന്ത്യയിലെ വ്യക്തികളാട്ടെ, മനുഷ്യനെ മനസ്സിലാക്കാം. ദാറ്റ്സ് ഗ്രേറ്റ്. 10 ആൾക്കാർ അവിടെ തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ആ പാകിസ്ഥാനെ ഇല്ലാണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ, നമ്മളെ ശത്രുക്കളാണ് അവർ, പക്ഷെ എന്നാൽ പോലും അവിടെ ജീവിക്കുന്നത് മനുഷ്യന്മാരല്ലേ. അതല്ലേ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. എല്ലാവരെയും നശിപ്പിക്കണം എന്ന മെന്റാലിറ്റി ഒഴിവാക്കാം.